നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമ്മയിൽ നാടകീയ സംഭവങ്ങളായിരുന്നു അരങ്ങേറിക്കൊണ്ടിരുന്നത്. താരസംഘടന അമ്മയുടെ വാർഷിക ബോഡിയിലെ തർക്കത്തിന് പിന്നാലെ അമ്മയുടെ ഭരണസമിതി രാജിവെച്ചത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. അമ്മ സംഘടനയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് ഈ കൂട്ടരാജിയോടെ രൂപപ്പെട്ടിരിക്കുന്നത്. 2026 ജൂൺ 21 നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിലുണ്ടായ രൂക്ഷമായ തർക്കങ്ങളാണ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള 17-അംഗ ഭരണസമിതിയുടെ കൂട്ടരാജിക്ക് പിന്നിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സമയത്ത് ഇതേ പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു അമ്മ. വലിയ ചർച്ചകൾക്കൊടുവിലാണ് സംഘടനാ പ്രസിഡന്റായ ശ്വേതാ മേനോൻ ഉൾപ്പെടെ 17-അംഗ ഭരണസമിതി രൂപീകരിച്ചത്. ആ സമയം വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അൻസിബയുടെ പരാതിയോടെ കാര്യങ്ങൾ മറ്റൊരു വഴിക്കായി. ഇപ്പോഴിതാ നടൻ ടിനി ടോമിനെതിരെ നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ച് കോടതി. വർഗീയ പരാമർശത്തിൽ കേസെടുക്കാനാണ് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള പരാതികളെല്ലാം അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശത്തിലുണ്ട്. ഈ പരാതിയിൽ കേസെടുക്കാൻ തെളിവില്ലെന്നായിരുന്നു കടവന്ത്ര പോലീസിന്റെ നിലപാട്. എറണാകുളം ജില്ലാ അഡീഷണൽ സെഷൻസ് 8-ാം നമ്പർ കോടതിയിലാണ് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ നടി അൻസിബ ഹസൻ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെയാണ് ശ്വേതാ മേനോൻ പടിയിറങ്ങിയതെന്നാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് പറഞ്ഞത്. മീഡിയ അറ്റൻഷന് വേണ്ടിയാണ് ശ്വേത സംഘടനയുടെ അംഗത്വം വരെ രാജിവെച്ചതെന്നും അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തി. ശാന്തിവിള ദിനേശിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഉച്ചവരെ എഴഞ്ഞെഴഞ്ഞു പോയ അമ്മ ജനറൽ ബോഡിയിൽ അൻസിബ എന്ന ഒരു പെൺകൊച്ച് താൻ നേരിട്ട പ്രശ്നങ്ങൾ എണ്ണി പറഞ്ഞു. അതിനുള്ള ഉത്തരം മുട്ടിയപ്പോൾ ഇറങ്ങി ഓടിയതാണ് ശ്വേതാ മേനോൻ. ഡബിൾ ഡാഡി സിൻഡ്രോം എന്നും മോഹൻലാലുമായി വഴിവിട്ട ബന്ധമെന്നും അമ്മയുടെ രണ്ടാനച്ഛന്റെ കൂടെയല്ലേ നിന്റെ കിടപ്പെന്നുമൊക്കെ ചോദിച്ചവനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോയതാണ് ശ്വേതയ്ക്ക് പറ്റിയ പരാജയം. അൻസിബയെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ പൊളിച്ചത് മോഹൻലാലാണ്. അൻസിബയെ സ്റ്റേജിൽ വിളിച്ചു കയറ്റി നിലവിളക്കിലെ ഒരു തിരി കത്തിച്ചപ്പോഴാണ് ജനറൽ ബോഡിയിൽ വന്നവർക്ക് വെളിവുണ്ടായത്. അല്ലാതെ അവിടെ ഒരു ഗുണ്ടയും ശ്വേതയെ വിരട്ടാൻ ഒന്നുമില്ലായിരുന്നു. ആണുങ്ങളെക്കാൾ ചങ്കൂറ്റമുള്ള സത്യസന്ധതയുള്ള പെണ്ണാണ് അൻസിബ. ഫെഫ്കെ ഉണ്ടായതുപോലെ അമ്മയെ പിളർത്താമെന്ന് വ്യാമോഹിച്ച് ഇടയ്ക്കിടെ അമ്മയിൽ നിന്ന് ചിലർ പുറത്തു ചാടും. പക്ഷെ ഒന്നും സംഭവിക്കില്ല. കാരണം മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, സുരേഷ് ഗോപി, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ പുതിയ തലമുറയിലെ ശ്രദ്ധേയർ വരെ അമ്മയിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ പുറത്തു പോകുന്ന കൂതറകൾക്ക് ഒരു വിലയും കിട്ടില്ല. ശ്വേതാ മേനോനോട് ആറ്റിലേക്ക് ചാടല്ലേ എന്ന് പറഞ്ഞ കണക്ക് പലരും റിക്വസ്റ്റ് നടത്തിയിട്ടും മീഡിയ അറ്റൻഷന് വേണ്ടി തന്റെ കഴിവില്ലായ്മ മറയ്ക്കാൻ വേണ്ടി ശ്വേത അംഗത്വം വരെ രാജിവെച്ചു. ഇത് കണ്ട് ഒരു കക്ഷി കൂടെ ചാടി. ഇപ്പോൾ അബദ്ധം പിടികിട്ടിയെന്ന് തോന്നുന്നു. സീനിയേഴ്സ് സംസാരിക്കട്ടെ, തിരിച്ചു ചെല്ലാം എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. സീനിയേഴ്സ് ആകുമ്പോൾ മധുസാറിനെ ആകുമോ ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല. സാർ ഇപ്പോൾ വീട്ടിന് പുറത്തൊന്നും പോകാറില്ല. വേറൊരു സീനിയറാണ് രാഘവൻ. അദ്ദേഹം ഇത്തരം വിഴുപ്പലക്കലിന് ഒരിക്കലും പോകാറില്ല. ഇവരാണ് വാസ്തവത്തിൽ 2 സീനിയേഴ്സ്. ഒരു 40 വർഷം സീനിയർ ആയവർ മതിയെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ, ദേവൻ, സുരേഷ് ഗോപി, ജഗദീഷ്, മുകേഷ് മുതലായവരുമുണ്ട്. അവർക്ക് വേറെ പണികൾ ഉള്ളതിനാൽ ചർച്ചയ്ക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആരെ വിടാൻ പറ്റും? രമേശ് പിഷാരടിയാണല്ലോ വിടേണ്ടത്. ഇതിനിടയിൽ അൻസിബ ഒരു ഗാന്ധി ശിഷ്യയാകുന്നത് കണ്ടു. പുറത്തുപോയവരെയൊക്കെ തിരിച്ചെടുക്കണമെന്നാണ് ഇപ്പോൾ അൻസിബ പറയുന്നത്. ആദ്യം അവർ പുറത്തുപോയത് എന്തിനെന്ന് വിശദമാക്കട്ടെ. അവരെ ആരെയും അമ്മ അക്കാലത്ത് ഭരിച്ചിരുന്ന ഇന്നസെന്റോ മോഹൻലാലോ ഇടവേള ബാബുവോ ഇൻസൾട്ട് ചെയ്തതായോ പരദൂഷണം പറഞ്ഞതായോ അനാവശ്യം പറഞ്ഞതായോ പോയവർ ആരും പരാതി പറഞ്ഞിട്ടുമില്ല. ചിലർ പോകുന്നതാണ് നല്ലത്. അൻസിബ, നിങ്ങൾക്കും ഞങ്ങൾക്കും അതാണ് നല്ലത് എന്ന് ഞാൻ പറയുന്നു എന്നായിരുന്നു ശാന്തിവിള ദിനേശ് പറഞ്ഞത്. അമ്മ സംഘടനയിൽ അടുത്തിടെയുണ്ടായ വിവാദങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ജനപിന്തുണ ലഭിച്ച ഒരു അഭിനേത്രിയാണ് അൻസിബ ഹസൻ. പറയുന്ന കാര്യങ്ങളിലെ വ്യക്തതയും ഉറച്ച നിലപാടും കൊണ്ടാണ് നടി ജനപ്രീതി നേടിയത്. ലക്ഷ്മിപ്രിയ, ശ്വേതാ മേനോൻ എന്നിവർക്കെതിരെ അൻസിബ തിരിയണമെങ്കിൽ അതിന് കൃത്യമായ കാരണമുണ്ടാകുമെന്നും പ്രേക്ഷകർ മനസ്സിലാക്കിയിരുന്നു. 504 അംഗങ്ങളുള്ള സംഘടനയിൽ ഭൂരിഭാഗം പേരും അൻസിബയ്ക്കൊപ്പമായിരുന്നു. ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് താൻ പോരാടാൻ ഇറങ്ങിയതെന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അൻസിബ പറഞ്ഞത്. നീതി കിട്ടുന്നില്ല എന്ന തോന്നലുണ്ട്. ഭയങ്കരമായൊരു സ്ട്രെസ്സാണ്. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണത്. ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളല്ല ഞാൻ. ചിലരൊക്കെ കളിയാക്കുന്നത് പോലെ ദൃശ്യം സ്റ്റാർ തന്നെയാണ്. അതിനു പുറമെ ചില സിനിമകളും TV ഷോകളും എല്ലാം ചെയ്യുന്നുണ്ട്. അതിലൂടെ വരുമാനം കണ്ടെത്തി മുന്നോട്ട് പോകുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. എന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തു എന്നതാണ് എന്റെ പ്രശ്നം.
അതുകൊണ്ട് തന്നെ സത്യം തെളിയിക്കണം. അഭിമാനമുള്ള ആളാണ് ഞാൻ. ഏതറ്റം വരെയും പോരാടാനുള്ള ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത് എന്നും അൻസിബ പറഞ്ഞു. ജനറൽ ബോഡിയിൽ സൂപ്പർ താരങ്ങളെന്ന് പറയുന്നവരിൽ ലാലേട്ടൻ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. വ്യക്തിപരമായ ഒരു കാര്യവും പറയില്ല എന്ന് ലാലേട്ടൻ വ്യക്തമായി പറഞ്ഞിരുന്നു. കാരണം 504 പേരുടെ സംഘടനയാണത്. ഭൂരിഭാഗം പറയുന്നതിന്റെ ഒപ്പമാണ് നിൽക്കുക എന്ന് പറഞ്ഞു. ജനറൽ ബോഡി എന്ത് പറയുന്നുവോ അതിനൊപ്പം നിൽക്കുമെന്ന് ലാലേട്ടൻ വ്യക്തമായി പറഞ്ഞിരുന്നു. അല്ലാതെ എന്റെ ഭാഗത്ത് നിൽക്കാമെന്നൊന്നും ലാലേട്ടൻ ഉണ്ടായിരുന്നില്ല. ജനറൽ ബോഡി എന്തു പറയുന്നുവോ അതിനൊപ്പമായിരുന്നു അദ്ദേഹം. എന്റെ ഭാഗം തെളിയിക്കണമെന്നത് എന്റെ അത്യാവശ്യകതയായിരുന്നു. ജനറൽ ബോഡിയിലും എനിക്ക് വേണ്ടി ഒരുപാട് പേർ സംസാരിച്ചു. ഉഷാ ഹസീന, മാലാ പാർവതി, പൊന്നമ്മ, കന്യ തുടങ്ങിയവരെല്ലാം അതിൽപ്പെടും. അവർക്കൊന്നും പ്രത്യേകിച്ച് ഞാനൊന്നും കൊടുത്തിട്ട് എനിക്ക് വേണ്ടി സംസാരിച്ചതല്ല. അവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാന്താനും. ജനറൽ ബോഡിയിൽ പങ്കെടുത്ത 99% ആളുകളും എനിക്ക് വേണ്ടിയാണ് സംസാരിച്ചത് എന്നും നടി പറഞ്ഞു. സത്യസന്ധമായി പറഞ്ഞാൽ ലക്ഷൂറിയസ് ആയ സംഘടനയാണ് അമ്മ സംഘടന. ഇത്രയും ആസ്തിയുള്ള സംഘടന ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ടാവില്ല. പുറത്ത് ആളുകൾ ഐക്യമില്ലെന്ന് പറഞ്ഞാലും മറ്റു ഭാഷകളിലേതുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും ഐക്യമുള്ള വേറൊരു സംഘടനയും ഇന്ത്യൻ സിനിമയിൽ ഇല്ല. വളരെ ഈസിയായി സ്മൂത്തായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഘടനയാണ് അമ്മ. കുറച്ചുനാൾ പ്രവർത്തിച്ചതിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഇതെല്ലാം. ദിവസവും ഒരുപാട് ആക്ടിവിറ്റി നടക്കുന്ന സംഘടനയുമല്ല. ഓരോ ജോലിക്കും ഒരു സിസ്റ്റം ഉണ്ടാക്കി സ്റ്റാഫിനെ അസൈൻ ചെയ്ത് ഡ്യൂട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായ കാര്യങ്ങൾ നടക്കും, അപ്ഡേഷനുകൾ കിട്ടും. സ്റ്റാഫിനെ വെച്ച് സാലറി കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള സംഘടനയുമല്ല അമ്മ. അതുപോലെ കുടുംബസംഗമം എല്ലാ വർഷവും കുടുംബസംഗമം നടത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒരു ഭരണസമിതിയുടെ കാലയളവ് 3 വർഷമാണ്. ആ 3 വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യം നടത്തിയാലും മതി. അമ്മ ഷോയും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്കായി പോയാൽ മതി. ഈസിയായി നടക്കും. മുൻപും പലതവണ ചെയ്ത് ശീലമുള്ളതാണല്ലോ. പിന്നെ എന്താണ് അവിടെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം ഈസിയായി ചെയ്യാനുള്ള എല്ലാ ഘടകങ്ങളുമുള്ള സംഘടനയാണ്. ആസ്ഥാന മന്ദിരം അടക്കമുണ്ടെന്നും ഇത്രയും വർഷം അമ്മ സംഘടനയിൽ പ്രവർത്തിച്ചപ്പോഴുള്ള അനുഭവം പങ്കിട്ട് താരം പറഞ്ഞിരുന്നു. എന്നാൽ ഈ ജനറൽ ബോഡിക്ക് മുൻപ് തന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ അന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഒടുവിൽ കമ്മിറ്റിക്ക് ഒന്നടങ്കം രാജിവെക്കേണ്ടി വന്നു. ഇതിനുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ ലക്ഷ്മിപ്രിയയും ശ്വേതാ മേനോനും ചേർന്ന് ഗൂഢാലോചന നടത്തി വ്യാജമായ കാര്യങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് അൻസിബ പറഞ്ഞിരുന്നു. രാജിവെച്ചു പോയതിനു ശേഷം ശ്വേതാ മേനോൻ തിരുവനന്തപുരത്തുള്ള ഒരു സോഷ്യൽ മീഡിയ PR ഏജൻസിയുമായി ചേർന്ന് ഇത്തരം വ്യാജ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നിയമവിരുദ്ധമായ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും പരാതിയിലുണ്ട്. ഭാരതീയ ന്യായ സംഹിത, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നിവയിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അടിയന്തര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് അൻസിബ ഹസന്റെ ആവശ്യം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.